മ്യൂച്വൽ ഫണ്ടുകളുടെ SIP റൂട്ടിലൂടെ ചിട്ടയായിട്ടും റെഗുലറായിട്ടും നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തി 60-25-15 എന്ന ഫോർമുല ഫോളോ ചെയ്താൽ എങ്ങനെയാണ് നിങ്ങൾക്കൊരു കോടിപതിയാകാൻ പറ്റുക, അതോടൊപ്പം തന്നെ ഈ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ഏത് കാറ്റഗറിയിൽ പെടുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, ഓരോ കാറ്റഗറിയിലും പെടുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾക്ക് എത്രയൊക്കെ റിട്ടേൺസ് ആണ് കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്, ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും സേവ് ചെയ്യുന്ന ആളുകളാണ്. സേവ് ചെയ്യുന്ന പണം നമ്മൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നമുക്ക് നല്ലൊരു റിട്ടേൺസ് ജനറേറ്റ് ചെയ്ത് തരുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ നിക്ഷേപം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അണ്ടർ പെർഫോം ചെയ്യുന്നുണ്ടോ, സെയിം കാറ്റഗറിയിൽ പെടുന്ന നിക്ഷേപങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നിക്ഷേപം എവിടെ നിൽക്കുന്നു, ഇതേപോലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഈ മോഡൽ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3 കാറ്റഗറിയിൽ പെടുന്ന ഫണ്ടുകളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 1 ഫ്ലെക്സി ക്യാപ് ഫണ്ട്, 2 മിഡ് ക്യാപ് ഫണ്ട്, 3 സ്മോൾ ക്യാപ് ഫണ്ട്. ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകൾ സാധാരണയായിട്ട് ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ട് ലാർജ് ക്യാപ് കമ്പനികളിലും സ്മോൾ ക്യാപ് കമ്പനികളിലും മിഡ് ക്യാപ്പ് കമ്പനികളുടെ ഷെയറുകളിലും മിനിമം 25% വീതം ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന മിക്കവാറും എല്ലാ ഫ്ലെക്സി ക്യാപ്പുകളുടെ അണ്ടർലൈങ് അസറ്റിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ പരിശോധിച്ചാൽ 50%-ൽ കൂടുതൽ ലാർജ് ക്യാപ്പ് കമ്പനികളിലും ബാക്കി വരുന്ന 50% സ്മോൾ ക്യാപ്പ് കമ്പനികളിലും മിഡ് ക്യാപ്പ് കമ്പനികളിലുമാണ് ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് എല്ലാ കാറ്റഗറിയിലും പെടുന്ന അല്ലെങ്കിൽ എല്ലാ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും പെടുന്ന ഫണ്ടുകളുടെ റെപ്രസെൻറ്റേഷൻ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകളിലുണ്ടാവും. അതോടൊപ്പം തന്നെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച്, കമ്പനികളുടെ പെർഫോമൻസ് അനുസരിച്ച്, ഫണ്ട് മാനേജറുടെ വ്യൂ അനുസരിച്ച് മിനിമം ഓരോ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്ന കാറ്റഗറിയിലും 25% റീറ്റെയിൻ ചെയ്തതിന് ശേഷം ബാലൻസ് വരുന്ന എമൗണ്ട് ഫണ്ട് മാനേജർ മാർക്കറ്റിനെ എങ്ങനെ വ്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ പെർഫോമൻസ്, ഇൻഡിവിജ്വൽ കമ്പനികളുടെ പെർഫോമൻസ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സെക്ടറിൻ്റെ പെർഫോമൻസ്, ഇതെല്ലാം കണക്കാക്കി ഈ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുവാനായിട്ട് ഫണ്ട് മാനേജറിന് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകളിൽ അധികാരമുണ്ട്. എന്നാൽ മിഡ് ക്യാപ്പ് കാറ്റഗറിയിൽപ്പെടുന്ന മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ടിൽ മിനിമം 80%-എങ്കിലും മിഡ് ക്യാപ്പ് അല്ലെങ്കിൽ ആ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനികളിലാണ് നിക്ഷേപം നടത്തേണ്ടത്. സ്മോൾ ക്യാപ്പ് കാറ്റഗറിയിൽപ്പെടുന്ന കമ്പനികളും അതേപോലെ തന്നെ കളക്ട് ചെയ്യുന്ന എമൗണ്ടിൻ്റെ കുറഞ്ഞത് 80%-എങ്കിലും സ്മോൾ ക്യാപ്പ് കമ്പനികളിലാണ് നിക്ഷേപം നടത്തേണ്ടത്. കഴിഞ്ഞ 3-4 വർഷക്കാലങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്ത് കൊടുത്ത ഒരു അസറ്റ് ക്ലാസ് അല്ലെങ്കിൽ ഒരു കാറ്റഗറിയാണ് മിഡ് ക്യാപ്പ് ഫണ്ടുകൾ. സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ കഴിഞ്ഞ 15 വർഷത്തെ സ്മോൾ ക്യാപ്പ് കമ്പനികളുടെ പെർഫോമൻസ് നോക്കിയാൽ ഏകദേശം 15 മുതൽ 20% വരെ CAGR ഈ ഫണ്ടുകൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. മിഡ് ക്യാപ്പ് ഫണ്ടുകൾ ഏകദേശം 14 മുതൽ 17% വരെയും CAGR-ഉം, ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ ഏകദേശം 12 മുതൽ 15% വരെയുള്ള CAGR ജനറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 60-25-15 ഫോർമുല അനുസരിച്ച് നിങ്ങൾക്ക് ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിന്, നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗോള് 15 വർഷങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ടതെങ്കിൽ 60% ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകളിലും 25% മിഡ് ക്യാപ്പ് ഫണ്ടുകളിലും അതേപോലെ 15% സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിലും നിക്ഷേപം നടത്തി എങ്ങനെയാണ് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോള് അച്ചീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു കോടിപതി ആകാൻ പറ്റുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമാക്കുന്ന ഒരു പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റ് നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിനനുസൃതമായി നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോളിനെ ബേസ് ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നിങ്ങളുടെ റിസ്ക് അസസ്മെൻറ്റ് നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള നിങ്ങളുടെ ലോങ് ടൈം ഫൈനാൻഷ്യൽ ഗോള് അച്ചീവ് ചെയ്യുവാൻ ഉപകരിക്കുന്ന തരത്തിലുള്ള ഫണ്ടുകളിൽ നിങ്ങൾ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു MFT നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫണ്ടുകൾ തിരഞ്ഞെടുക്കുവാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഈ പ്രസൻറ്റേഷൻ ഒന്ന് കണ്ടു നോക്കൂ. ഈ പ്രസൻറ്റേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് 60-25-15 റേഷ്യോയിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തി
നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ആ കാര്യങ്ങളാണ് വിശദമാക്കുന്നത്. ഈ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3 കാറ്റഗറിയിലുള്ള ഫണ്ടുകളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 30,000 രൂപ വീതമാണ് SIP നടത്തുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 60% 18,000 രൂപ ഫ്ലെക്സി ക്യാപ് ഫണ്ടിലും 25%ആയ 7,500 രൂപ മിഡ് ക്യാപ് ഫണ്ടിലും 15%ആയ 4,500 രൂപ സ്മോൾ ക്യാപ് ഫണ്ടിലുമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓരോ മാസവും 15 വർഷത്തേനാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഫണ്ടിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന CAGR അല്ലെങ്കിൽ റിട്ടേൺസ് ഫ്ലെക്സി ക്യാപ് ഫണ്ടിൽ 12%, മിഡ് ക്യാപ് ഫണ്ടിൽ 15%, സ്മോൾ ക്യാപ് ഫണ്ടിൽ 17%. ടോട്ടലായിട്ട് ഫ്ലെക്സി ക്യാപ് ഫണ്ടിൽ 32,40,000, മിഡ് ക്യാപ് ഫണ്ടിൽ 13,50,000, സ്മോൾ ക്യാപ് ഫണ്ടിൽ 8,10,000. അതായത് ടോട്ടൽ 15 വർഷം കൊണ്ട് 54 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അപ്രീസിയേഷൻ ഏകദേശം 1,23 ലക്ഷം രൂപ വരും. 15 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ കോർപ്പസ് ഏകദേശം 1,80 ലക്ഷം രൂപയോളം വരാം. ഞാനിവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത് നോർമലായിട്ട് നമ്മൾ ഫണ്ടുകളുടെ റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 12% ആവറേജ് ആയിട്ട് എടുക്കുന്നത്. പക്ഷേ ഈ എക്സാമ്പിളിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ഫണ്ടിൻ്റെ കാറ്റഗറിയുടെ പൊട്ടൻഷ്യൽ അത് മനസ്സിലാക്കിയിട്ടാണ്, അതോടൊപ്പം തന്നെ കഴിഞ്ഞ 15 അല്ലെങ്കിൽ 20 വർഷക്കാലം ഈ ഫണ്ടുകൾ ജനറേറ്റ് ചെയ്ത് തന്ന റിട്ടേൺസിനെ ബേസ് ചെയ്തിട്ടാണ് അപ്രോക്സിമേറ്റ് ആയിട്ട് ഈ പെർസെൻറ്റേജ് CAGR ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. കറക്റ്റായിട്ട് ഈ കാൽക്കുലേറ്റർ അനുസരിച്ച് ഇതെങ്ങനെയാണ് ഇതിൻ്റെ റിട്ടേൺസ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ഫ്ലെക്സി ക്യാപ് ഫണ്ടിൽ 18,000 രൂപ വീതം 12% ആനുവൽ റിട്ടേൺസ് പ്രതീക്ഷിച്ച് 15 വർഷത്തേന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 32,40,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് 58,42,000 രൂപ അപ്രീസിയേഷൻ. 15 വർഷം കഴിയുമ്പോൾ ഈ നിക്ഷേപത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 90 ലക്ഷം രൂപയാണ്. രണ്ടാമത്തെ എക്സാമ്പിളിൽ മിഡ് ക്യാപ് ഫണ്ടിലാണ് നമ്മൾ നിക്ഷേപം നടത്തുന്നത്. 7,500 രൂപ മന്ത്ലി 15% റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്താൽ 15 വർഷങ്ങൾക്ക് ശേഷം 50,76,473 ആകാം. ടോട്ടൽ 30,000 SIP എമൗണ്ടിൻ്റെ 15%, അതായത് 4,500 രൂപ നിക്ഷേപം നടത്തുന്ന സ്മോൾ ക്യാപ് ഫണ്ടുകളിലാണ്. ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേൺസ് 17%. 15 വർഷങ്ങൾക്ക് ശേഷം ഇത് ഏകദേശം 37,30,000 രൂപയുണ്ടാവാം. ഈ പ്രസൻറ്റേഷനിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, മ്യൂച്വൽ ഫണ്ടുകളുടെ വിവിധ കാറ്റഗറിയിലുള്ള ഫണ്ടുകളിൽ നമ്മൾ നിക്ഷേപം നടത്തുമ്പോൾ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റാവുന്ന റിട്ടേൺസിനെ കുറിച്ചാണ്. മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപങ്ങൾക്ക് ഗ്യാരണ്ടി ഒന്നുമില്ല എങ്കിൽ തന്നെയും നമ്മുടെ കഴിഞ്ഞ കാല ഫണ്ടുകളുടെ പെർഫോമൻസ് കൺസിഡർ ചെയ്യുമ്പോൾ, അതോടൊപ്പം തന്നെ വരും കാലങ്ങളിലേക്കുള്ള നമ്മുടെ ഇന്ത്യയുടെ ഗ്രോത്ത്, GDP ഫോർകാസ്റ്റ്, നമ്മുടെ ഇൻഡസ്ട്രിയുടെയും ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയും ഡെവലപ്മെൻറ്റിന് ഗവൺമെൻറ് ചെയ്യുന്ന ഗവൺമെൻറ് എടുക്കുന്ന ഇനീഷ്യേറ്റീവ്സ്, അതിന് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ഫണ്ട്, ഡിഫൻസ് സെക്ടറുകളിലും മറ്റും ഗവൺമെൻറ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ഫണ്ട്, അതേപോലെ ഓവറോൾ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്താൽ ഇന്ത്യ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു കൺട്രിയാണ്. ഈ കൺട്രി ഗ്രോ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റും ഗ്രോ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ കുറച്ചൊരു റിസ്ക് എടുത്ത് ലോങ് ടേമിലേക്ക് SIP റൂട്ടിലോ ലംസമായിട്ടോ നിക്ഷേപങ്ങൾ നടത്തി ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. മാർക്കറ്റിലുണ്ടാകുന്ന ഉയർച്ച താഴ്ചകൾ നിങ്ങൾ കെയർ ചെയ്യാതിരിക്കുക. നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്, ഫിനാൻഷ്യൽ ഗോള് ഇത് നിങ്ങൾ മനസ്സിൽ കണ്ടിട്ട് നിങ്ങളുടെ നിക്ഷേപങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഏതൊക്കെ ഫണ്ടുകളിലാണ് നിക്ഷേപം നടത്തുന്നതെന്നുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നില്ല. ഫ്ലെക്സി ക്യാപ്പ്, മിഡ് ക്യാപ്പ്, അതേപോലെ സ്മോൾ ക്യാപ്പ്, ഈ ഓരോ കാറ്റഗറിയിലും 30-35 കൂടുതൽ ഫണ്ടുകൾ നമ്മുടെ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫണ്ടുകളിൽ നിന്ന് വ്യക്തമായിട്ടുള്ള ചില ക്രൈറ്റീരിയയുടെ ബേസിസിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫണ്ടുകൾ തിരഞ്ഞെടുത്ത് ഇതേപോലെ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ രീതിയിലുള്ള ഫിനാൻഷ്യൽ ഗോള് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയേക്കാം. മ്യൂച്വൽ ഫണ്ടുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിനറിയാവുന്ന ഒരു വ്യക്തിയുടെ, അതോടൊപ്പം തന്നെ SEBI രജിസ്റ്റേർഡോ അല്ലെങ്കിൽ AMFI രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അഡ്വൈസ് എടുത്ത് ചെയ്യുന്നതായിരിക്കാം നല്ലത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം എങ്ങനെയാണ് 60-25-15 ഫോർമുല ഫോളോ ചെയ്ത് നിങ്ങൾ നടത്തുന്ന നിക്ഷേപം, അതായത് നമ്മുടെ എക്സാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന 30,000 രൂപ വീതമുള്ള SIP 15 വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയാണ് 1,78,00,000 രൂപ ആകുന്നുള്ള കാര്യം. ഫണ്ടുകളുടെ കഴിഞ്ഞകാല പെർഫോമൻസിൻ്റെ ബേസിസിലാണ്
ഈ ഡാറ്റ കളക്ട് ചെയ്ത് ഈ പ്രസൻറ്റേഷൻ നടത്തിയിരിക്കുന്നത്. ഇത് ഗ്യാരണ്ടീഡ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന റിട്ടേൺസ് അല്ല. പക്ഷേ ഇന്ത്യയുടെ വരും കാലങ്ങളിലേക്കുള്ള എക്കണോമിക് ഗ്രോത്തും അതേപോലെയുള്ള ഡെവലപ്മെൻറ്റുകളും മറ്റും കൺസിഡർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നടത്തുന്ന നിക്ഷേപത്തിന് ഈ എക്സാമ്പിളിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതൽ റിട്ടേൺസ് ചിലപ്പോൾ ജനറേറ്റ് ചെയ്ത് തന്നേക്കാം. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. എപ്പോഴും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ ലോങ് ടേമിലേക്ക് നിക്ഷേപം നടത്തുക. 5 വർഷത്തിനോ അല്ലെങ്കിൽ 7 വർഷത്തിനു മുകളിലുള്ള നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യുന്നതിനുള്ള പണം മാത്രം മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുക. അതോടൊപ്പം ദീർഘകാലത്തേക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയാലാണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കോമ്പൗണ്ടിങ്ങിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുകയുള്ളൂ. ഷോർട്ട് ടൈമിലേക്ക്, അതായത് 6 മാസത്തേനോ 1 വർഷത്തേനൊക്കെയുള്ള നിക്ഷേപങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ നടത്താതിരിക്കുക. അങ്ങനെ നടത്തുന്ന നിക്ഷേപങ്ങളിൽ നിന്ന് പലപ്പോഴും നിങ്ങൾക്ക് നഷ്ടം വരുവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ പ്രോപ്പറായിട്ട് ആംഫിയുടെയോ അല്ലെങ്കിൽ സെബിയുടെയോ രജിസ്ട്രേഷനുള്ള വ്യക്തികളുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് അവരുടെ ഉപദേശം എടുത്തതിന് ശേഷം നിക്ഷേപങ്ങൾ നടത്തുക. സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, അതോടൊപ്പം തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ഡെയിലി നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിനും അപ്ഡേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് സ്മാർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിംഗ് എന്ന പേരിൽ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് ഒരു മെസ്സേജ് അയയ്ക്കുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള വീഡിയോകൾ നിങ്ങളിൽ യഥാസമയം എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.